നമസ്കാരം. 4/5/2024 കഴിഞ്ഞ കേരള PSC പരീക്ഷയുടെ LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 052/2024 052/2024. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. ലാഹോർ സമ്മേളനം എന്നാണ് 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ്യം എന്നാണ് 1929. ഉത്തരം ഏതാണ്? ലാഹോർ സമ്മേളനം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ചൈനയെ ആധുനീകരിക്കാൻ സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. സൻ യാറ്റ് സെൻ ചൈനയെ ആധുനീകരിക്കാൻ വേണ്ടി 3 ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേത് ദേശീയത, രണ്ടാമത്തേത് ജനാധിപത്യം, മൂന്നാമത്തേത് സോഷ്യലിസം. ഈ 3 കാര്യങ്ങളായിരുന്നു ഡോക്ടർ സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അതിൽ ദേശീയതയാണ് മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നത്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നത് ജനാധിപത്യവും മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം ചെയ്യുക എന്നത് സോഷ്യലിസവുമാണ്. ഈ 3 കാര്യങ്ങളായിരുന്നു സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ നോക്കൂ, ഡി ആണ്. എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. എല്ലാം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാണ് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ബോസ്റ്റൺ ടീ പാർട്ടി. പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? ആദ്യം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി 2 ആണ്. 2 വരുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക. 2 വരുന്ന ഓപ്ഷൻസ് ഏതേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി മാത്രമാണ് 2 വരുന്നത്. അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? 2, 4 ഏതാണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. പിന്നെ വരുന്നത് ഏതാ? മൂന്നാമത് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് 1 ആണ്. ഏറ്റവും അവസാനമാണ് പാരീസ് ഉടമ്പടി. അതേതാണ്? 3 ആണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി 4ാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം അത് ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം അതും ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം ഇത് തെറ്റാണ്. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? അഖിലത്തിരട്ട് അരുൾനൂൾ. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം അത് ശരിയാണ്.
അപ്പോൾ ഏതാണ് തെറ്റായിട്ട് വരുന്നത്? മൂന്നാമത്തേതാണ് തെറ്റ്. വൈകുണ്ഠസ്വാമികൾ ഏതായിരുന്നു? അഖിലത്തിരട്ട് അരുൾനൂൽ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ തന്നെയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരട്ട് അരുൾനൂൽ. അഖിലത്തിരട്ട് അരുൾനൂൽ. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് 3 വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എ ക്യാൻസലായി, ബി ക്യാൻസലായി, എല്ലാം ശരിയായി എന്നുള്ളത് ക്യാൻസലായി. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ആദ്യത്തേത് കാൺപൂർ. കാൺപൂർ നാനാ സാഹിബാണ്. നാനാ സാഹിബാണ് കാൺപൂരിന് നേതൃത്വം നൽകിയത്. ബീഹാറിൽ കൻവർ സിംഗ്. ബീഹാറിൽ കൻവർ സിംഗ് ആണ് ബീഹാറിൽ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. റാണി ലക്ഷ്മിബായി ഝാൻസിയിലാണ്. റാണി ലക്ഷ്മിബായി ഝാൻസിയിലാണ് നേതൃത്വം നൽകിയത്. റാണി ലക്ഷ്മിബായിയെ വിളിക്കുന്നത് ഝാൻസി റാണി എന്നാണ്. അപ്പോൾ 1, 3 1, 3 ആണ്. 1, 3 1, 3 വരുന്ന ഓപ്ഷൻസ് ഏതാണ്? ബി ആണ്. എ ക്യാൻസലായി. 1, 3 വരുമ്പം എ ക്യാൻസലായി, സി ക്യാൻസലായി, ഡി ക്യാൻസലായി. എലിമിനേഷൻ മെത്തേഡാട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ പ്രസ്താവന, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ അല്ല, തെറ്റാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്, അതും തെറ്റാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്, അത് ശരിയാണ്. മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം. ഡി പറയുന്നത് ബിയും സിയും ശരിയാണ്, അത് തെറ്റാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. ഇനി അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്? അത് മിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? NW3. NW3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ഏതാണ് അപ്പോൾ ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ദേശീയ ജലപാത 3 ആണ് ഉത്തരം. ദേശീയ ജലപാത 3 എവിടെ നിന്ന് മുതലാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കോട്ടപ്പുറം. ഈ കോട്ടപ്പുറത്ത് നിന്ന് കുറച്ചുകൂടി അധികം എങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്? കോഴിക്കോട് വരെ. അപ്പോൾ ഓപ്ഷനിൽ ചില സമയത്ത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്ന് കണ്ടാലും ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ് കേട്ടോ. കോഴിക്കോട് വരെ 2016 ശേഷം നീട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏത് എന്ന് പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതെന്ന് നോക്കാം. എവിടെയൊക്കെയാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്? കണ്ണൂർ. എവിടെയൊക്കെയാണ് കാണുന്നത്? കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, കാസർഗോഡ്, കോട്ടയം, പിന്നെ ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം. ഇത്രയും സ്ഥലങ്ങളിലാണ് കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ലകൾ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല എന്നാണ് ചോദിച്ചത്. കാണപ്പെടാത്ത ജില്ല ഏതാണ് ഉത്തരം വരുന്നത്? എ ആണ് അല്ലേ? കാണപ്പെടാത്ത ജില്ല ഏതാണ്? എ ആണ് ഉത്തരം. പാലക്കാട്, ഇടുക്കിയിലാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലാൻഡാണ്. ഫിൻലാൻഡാണ് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. 2023 ഫിൻലാൻഡാണ്. ഫിൻലാൻഡ് 7 തവണ ഫിൻലാൻഡ് തുടർച്ചയായി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമായി കണക്കാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 126ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. കഴിഞ്ഞ വർഷവും ഇത് തന്നെയാണ്.
ഏറ്റവും അവസാനമായിട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ് ഈ ഒരു പട്ടികയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന രാജ്യം. ഏറ്റവും അവസാനമായി നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? ഏതാണ് ഉത്തരം? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പശ്ചിമ അസ്വസ്ഥതയാണ്. എന്താണ് എൽ നിനോ? ഓരോ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാറുള്ള ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. എൽ നിനോ എന്ന പദത്തിൻ്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ് എൽ നിനോ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് ചൈൽഡ് ക്രിസ്റ്റ്. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ പെറുവിൻ്റെ തീരത്താണ് ഈ ഒരു പ്രവാഹം ഉണ്ടാകുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ പെറുവിൻ്റെ തീരത്ത്. എന്താണ് കാൽബൈശാഖി? ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് കാൽബൈശാഖി. ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് കാൽബൈശാഖി. നോർവെസ്റ്റർ എന്നാണ് പറയുന്നത്. ബംഗാളിലും ആസാമിലുമാണ് ഇത് ഉണ്ടാകുന്നത്. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് കാൽബൈശാഖി. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നറിയപ്പെടുന്നതും കാൽബൈശാഖിയാണ്. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നറിയപ്പെടുന്നതും കാൽബൈശാഖിയാണ്. ആസാമിൽ ഇതറിയപ്പെടുന്നത് ബർദോളി ചീര എന്നാണ് ആസാമിൽ അറിയപ്പെടുന്നത്. കാൽബൈശാഖി ആസാമിൽ അറിയപ്പെടുന്നത് ബർദോളി ചീര എന്നാണ്. അടുത്ത ചോദ്യം. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. ഉത്തരം ഏതാണ്? ന്യൂഡൽഹിയാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? പെട്രോളിയമാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15ാമത്തെ ചോദ്യം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ് ഉത്തരം? ഉത്തരം സെബിയാണ് ഉത്തരം. ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സെബിയുടെ ഫുൾ ഫോം എന്താ? സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് സെബി. സെബിയുടെ ആസ്ഥാനം ഏതാണ്? മുംബൈ ആണ് സെബിയുടെ ആസ്ഥാനം. സെബിയുടെ കീഴിലെ ആകെ ഓഹരി വിപണികളുടെ എണ്ണം 9 ആണ്. 9 ഓഹരി വിപണികളാണ് സെബിയുടെ കീഴിൽ ഉള്ളത്. നബാർഡ് എന്താ? കൃഷി, ഗ്രാമവികസനം എന്നിവ ലക്ഷ്യമാക്കി സ്ഥാപിതമായ ഇന്ത്യയിലെ ബാങ്കാണ് നബാർഡ്. കൃഷി, ഗ്രാമവികസനം ഇതിനെ ലക്ഷ്യമാക്കി ഇന്ത്യയിൽ സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? മുംബൈയിൽ തന്നെയാണ്. നബാർഡിൻ്റെ ആസ്ഥാനവും മുംബൈയിൽ തന്നെയാണ്. ഗ്രാമവികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിക്കുന്ന ബാങ്ക് കൂടിയാണ് നബാർഡ്. ഗ്രാമവികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് കൂടിയാണ് നബാർഡ്. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് ഉത്തരം? സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് സ്റ്റാർസ് പ്രോജക്റ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം.
അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ഏതാണ് ഉത്തരം? ലൈഫ് മിഷൻ പദ്ധതിയാണ് കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കുക എന്നതിൻ്റെ ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 18ാമത്തെ ചോദ്യം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം? ഉത്തരം ഏതാണ്? ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആഗോളവൽക്കരണം ബി, 2 മാത്രം അല്ലെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണമൊക്കെ എന്താ? സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിന് മാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്ന രീതിയാണ് സ്വകാര്യവൽക്കരണം. ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ. ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ലിബറലൈസേഷൻ. എന്താണ്? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ സ്വാധീനവും നിയന്ത്രണവും പരിമിതപ്പെടുത്തുന്ന രീതിയാണ് ഉദാരവൽക്കരണം. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ സ്വാധീനവും നിയന്ത്രണവും പരിമിതപ്പെടുത്തുന്ന രീതിയാണ് ഉദാരവൽക്കരണം. അടുത്ത ചോദ്യം. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? പി സി മഹലനോബിസിനെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ാം പഞ്ചവത്സര പദ്ധതി ഒരു വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പദ്ധതിയായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി ഏതിനായിരുന്നു ഊന്നൽ നൽകിയത്? വ്യാവസായിക മേഖലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പദ്ധതി കൂടി എന്നറിയപ്പെടുന്നുണ്ട്? വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി കൂടിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി കൂടിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? അതിർത്തി നിർണയ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. അതിർത്തി നിർണയ കമ്മീഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണർ. ഉത്തരം ഗവർണർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ടു വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ടു വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ദ ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
അടുത്ത ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഉത്തരം നവജീവൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, നവജീവൻ പദ്ധതി. അടുത്ത ചോദ്യം, അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപ. 22 രൂപ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അടുത്ത ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243H. അനുച്ഛേദം 243H. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. പി.കെ. തുങ്കൻ കമ്മിറ്റി. പി.കെ. തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം.